കന്നി അംഗത്തിലെ ചരിത്ര വിജയത്തിന് പിന്നാലെ തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണ നീക്കങ്ങളുമായി ടി.വി.കെ. കോൺഗ്രസിന്റെയും DMK സഖ്യത്തിലെ മറ്റു കക്ഷികളുടെയും പിന്തുണ തേടി ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. ടി.വി.കെക്ക് പിന്തുണ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തമിഴ്നാട് കോൺഗ്രസ് ഹൈക്കമാൻഡിന് കത്ത് നൽകി. DMK, AIADMK, BJP കക്ഷികളൊക്കെ തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്തുകയും ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആദിൽ പാലോടാണ് നമുക്കൊപ്പം ചേരുന്നത്. അതിലൊരു മിന്നും വിജയം ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ 108 സീറ്റുകൾ നേടിക്കൊണ്ടുള്ളൊരു വരവറിയിക്കുകയായിരുന്നു ദളപതി വിജയ്. 234 അംഗ നിയമസഭയിൽ 118 സീറ്റ് പക്ഷേ കേവല ഭൂരിപക്ഷത്തിന് വേണ്ട. അപ്പോൾ ഇനി മുന്നോട്ട് ടി.വി.കെയുടെ നീക്കങ്ങൾ എന്തായിരിക്കും? മുഖ്യമന്ത്രി സ്ഥാനമാണ് വിജയുടെ ലക്ഷ്യമെന്നുള്ളത് ആദ്യം മുതൽ തന്നെ നമുക്ക് അറിയുകയും ചെയ്യാം. പക്ഷേ സ്റ്റാലിൻ പോലും പരാജയപ്പെട്ട് നിൽക്കുന്നു. DMK അടക്കം തോൽവി എങ്ങനെയായിരിക്കും വിലയിരുത്തുന്നത്? 234 അംഗബലമാണ് തമിഴ്നാട് നിയമസഭയിലുള്ളത്. സ്വാഭാവികമായും സർക്കാർ രൂപീകരിച്ച് സുഗമമായി മുന്നോട്ട് പോകണമെങ്കിൽ കേവല ഭൂരിപക്ഷം എന്ന നിലയിൽ 118 സീറ്റുകളാണ് ടി.വി.കെക്ക് പിന്തുണയായി വേണ്ടിവരിക. 108 സീറ്റുകളിലാണ് ടി.വി.കെ ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കയറിയത്. ബാക്കി 10 സീറ്റുകൾ എവിടെ നിന്ന് കൊണ്ടുവരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇതിൽ ഏറ്റവും പ്രധാനം കോൺഗ്രസിന്റെ പിന്തുണയാണ്. നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പിന് മുൻപ്, വോട്ടെടുപ്പിന് മുൻപ് തന്നെ ടി.വി.കെയുമായി സഖ്യത്തിലാകാൻ രാഹുൽ ഗാന്ധി ആഗ്രഹിക്കുകയും ചർച്ച നടത്തുകയും ചെയ്തിരുന്നുവെന്ന് അഭ്യൂഹമുണ്ടായിരുന്നു. അതിനുശേഷം ഈ വോട്ടെണ്ണലിന് ശേഷം ടി.വി.കെ അധ്യക്ഷൻ നടൻ വിജയോട് ഫോണിൽ സംഭാഷണം നടത്തുകയും ചെയ്തിരുന്നു രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം കോൺഗ്രസ് സ്വാഭാവികമായും ടി.വി.കെക്ക് പിന്തുണ നൽകാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങി വരും എന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. മാത്രമല്ല തമിഴ്നാട് കോൺഗ്രസിന്റെ തമിഴ്നാട് PCCയുടെ ആഗ്രഹവും അങ്ങനെ തന്നെയാണ്. അടിയന്തരമായി ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണമെന്നും വിജയ്ക്ക് സർക്കാർ രൂപീകരിക്കാനുള്ള സൗകര്യവും പിന്തുണയും നൽകണമെന്നും ആവശ്യപ്പെട്ട് തമിഴ്നാട് കോൺഗ്രസ് ഹൈക്കമാൻഡിന് മല്ലികാർജുൻ ഖർഗെക്ക് കത്തും നൽകിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ള തീരുമാനം അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകും. അങ്ങനെ വന്നാലും 113 സീറ്റുകൾ മാത്രമേ ആവുകയുള്ളൂ. മറ്റ് DMK കക്ഷികളെ കൂടെ നിർത്താനുള്ള നീക്കമാണ് ടി.വി.കെയുടെ ഭാഗത്തു നിന്നുള്ളത്. പ്രത്യേകിച്ച് CPIക്ക് 2 സീറ്റുണ്ട്, CPMന് 2 സീറ്റുണ്ട്, മുസ്ലിം ലീഗിന് 2 സീറ്റുണ്ട്, ഒപ്പം VCK എന്ന പാർട്ടിക്ക് 4 സീറ്റുണ്ട്. ഇവരെയൊക്കെ കൂടെ നിർത്തി DMK സഖ്യത്തിനൊപ്പമുള്ള ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികളെ ചേർത്ത് നിർത്തി അല്ലെങ്കിൽ പുറത്തുനിന്ന് പിന്തുണ വാങ്ങി സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കമാണ് വിജയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. 7-ാം തീയതി സത്യപ്രതിജ്ഞ നടത്താനുള്ള നീക്കങ്ങൾ ഉണ്ടാകണം എന്ന നിലയിൽ ഇന്നലെ വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഏതായാലും വിജയ് വലിയ തേരോട്ടം നടത്തിയിരിക്കുന്നു. അതിന്റെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുന്നത് DMK ആണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പകുതിയിലേറെ സീറ്റുകൾ നഷ്ടമാകുന്ന സാഹചര്യം DMKക്ക് 2026 ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലെ പരാജയം വിലയിരുത്തുകയാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല 28 സീറ്റുകൾ ഉണ്ടായിരുന്ന കോൺഗ്രസ് 5 സീറ്റിലേക്ക് ഒതുങ്ങേണ്ടി വന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. മറ്റൊന്ന് 4 സീറ്റുകൾ ഉണ്ടായിരുന്ന BJP ആകട്ടെ 1 സീറ്റിലേക്ക് ചുരുങ്ങി. ആകെ മൊത്തത്തിൽ ടി.വി.കെയുടെ തേരോട്ടത്തിൽ DMKക്ക് വലിയ തോതിൽ അടിപതറുന്നു. ഒപ്പം മറ്റു കക്ഷികൾക്കും വീഴ്ചകൾ ഉണ്ടാകുന്നതാണ് നമ്മൾ കാണുന്നത്. വോട്ടുകളിലും സീറ്റുകളിലും ചോർച്ചയുണ്ടാകുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതൊക്കെ സംബന്ധിച്ചുള്ള പരാജയത്തെ സംബന്ധിച്ചുള്ള നേതൃയോഗങ്ങളിലെ പരിശോധനകളും ഉടൻ തുടങ്ങും എന്ന് മനസ്സിലാക്കുന്നു. ഏതായാലും ടി.വി.കെ ഉടൻ സർക്കാർ രൂപീകരിക്കും. കോൺഗ്രസിന്റെ പിന്തുണ തേടി കൂടുതൽ കക്ഷികളുമായുള്ള ചർച്ചകൾ ഉടൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു.